മലപ്പുറത്ത് മാത്രമല്ല കേട്ടോ, ഇവിടെ കോഴിക്കോടും വലിയ ആഘോഷം തന്നെയാണ്. കോഴിക്കോട് വെള്ളിപ്പറമ്പ് ഫുട്ബോൾ ഫാൻസിന്റെ നേതൃത്വത്തിൽ മെഗാ ഫാൻ ഷോ സംഘടിപ്പിച്ചു. നിരവധി ആരാധകരാണ് ഷോയിൽ പങ്കെടുത്തത്. ലോകകപ്പ് ഫുട്ബോളിനെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളാണ് എന്നും കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ ആവേശകരമായ ഫാൻസ് ഷോ ആണ് കാണുന്നത്. വിവിധ രാജ്യങ്ങളുടെ കൊടിതോരണങ്ങളുമായും അതുപോലെ ജേഴ്സിയും ഒക്കെ അണിഞ്ഞുകൊണ്ടാണ് ആരാധകർ എത്തിയിട്ടുള്ളത്. ഏറ്റവും അധികം ആരാധകരുള്ളത് ബ്രസീലിനും അതുപോലെ തന്നെ അർജന്റീനയ്ക്കുമാണ്. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷകൾ? ഇത്തവണ ഞങ്ങൾ എന്തായാലും ബ്രസീൽ കപ്പടിക്കുന്നതാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ കപ്പടിച്ച ടീമാണ് ബ്രസീൽ. ഇത്തവണ എന്തായാലും ഞങ്ങൾ വീണ്ടും ആവർത്തിക്കും. ഇങ്ങനെയാണോ? എങ്ങനെ ബ്രസീലിന്റെ പ്രതീക്ഷകളാണോ? ഒരുപാട് പ്രതീക്ഷകളുണ്ട്. എന്തായാലും ഈ പ്രാവശ്യം കപ്പടിക്കും. ബ്രസീൽ ചങ്കാണ്. നെയ്മറിലാണ് പ്രതീക്ഷ മുഴുവൻ. ഞങ്ങൾ ഒരു നെയ്മറിനെ മാത്രം വെച്ചിട്ടല്ല കളിക്കുന്നത്. ബ്രസീൽ എന്ന് പറഞ്ഞാൽ 11 ആണ്, 11 പേര് കളിക്കുന്ന കളിയാണ്. ഒരാളെ വെച്ചല്ല ഞങ്ങൾ കളിക്കുന്നത്. ഞങ്ങൾ ടീം ഗെയിം, അതാണ് ബ്രസീൽ. അമേരിക്കയിൽ കപ്പ് ഉയർത്തുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഒരു ദിവസം കൈ പൊക്കും ഞങ്ങൾ ഈ വർഷം. അത് നടക്കുമോ? നടക്കില്ല. കഴിഞ്ഞ വർഷത്തെ രാജാക്കന്മാർ തന്നെയാണ് ഈ വർഷത്തെ രാജാക്കന്മാർ. അത് അവന്റെ അതിമോഹമാണ്, അതിമോഹം. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അർജന്റീന തന്നെ കപ്പടിക്കും, ഇത് തന്നെ കപ്പടിക്കും. നമുക്കൊപ്പം പ്രമുഖ മാപ്പിളപ്പാട്ട് ഗായകനും രചയിതാവുമായിട്ടുള്ള ബാപ്പു വെള്ളിപ്പറമ്പ് കൂടി. ബാപ്പുക്ക ബ്രസീലിന്റെ ആരാധകനാണോ? ബ്രസീലിന്റെ ആരാധകനാണ്. ഞങ്ങൾ കൈകൊണ്ട് കളിച്ച് ഗോൾഡ് കപ്പ് വാങ്ങിയവരല്ല. ഞങ്ങൾ കാൽപന്ത് കളിയിലാണ്. മറ്റേ 986 കപ്പ് വാങ്ങിയ കൈകൊണ്ട് ഗോൾ ഇട്ടിട്ടാണ് അർജന്റീന. അതുകൊണ്ട് ഞങ്ങൾ 5 പ്രാവശ്യം ലോകകപ്പ് നേടിയത് കാലുകൊണ്ട് പന്ത് കളിച്ചിട്ടാണ്. അത് പ്രാവശ്യം നേടും. ആ കൈകൾ കൊണ്ടുള്ള ഗോൾ ഞങ്ങൾ ഇടൂല. ചെറുപ്പക്കാർ ചുറിയുറുക്കുള്ള കുട്ടികളാണ് പ്രാവശ്യം കളിക്കുന്നത്. നെയ്മർ ഒന്നും കളിക്കണ്ടെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നെയ്മർ ഒന്നും കളിക്കണ്ട. പുതിയ പിള്ളേര് കളിക്കട്ടെ. അങ്ങനെ ഫ്രാൻസാണ് കപ്പടിക്കുക. ഫ്രാൻസ് നല്ല ആളുകൾ കൂടുതൽ ചിലപ്പം ബ്രസീലിനായിരിക്കും, അർജന്റീനക്കും കൂടുതൽ ആളുണ്ടാവും. പക്ഷേ 12 പേരല്ലേ കളിക്കുള്ളൂ. അതുകൊണ്ട് എന്തായാലും കപ്പ് ഞങ്ങൾ അടിച്ചിരിക്കും. യാതൊരു വ്യത്യാസം. കഴിഞ്ഞ പ്രാവശ്യത്തെ റണ്ണേഴ്സാണ് ഞങ്ങൾ ചെറിയൊരു വ്യത്യാസത്തിനാണ് ഞങ്ങൾ തോറ്റുപോയത്. ഈ പ്രാവശ്യം കപ്പ് നമ്മൾ ഡെഫിനറ്റ് അടിക്കും. എംബാപ്പയിലാണ് പ്രതീക്ഷ അല്ലേ? നല്ല പ്രതീക്ഷയുണ്ട്, തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട്. എംബാപ്പയിലല്ല, 11 പേര് നല്ല കളിക്കാർ തന്നെയാണ്. എംബാപ്പയിലാണ് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ. ഓരോ രാജ്യങ്ങളുടെയും ആരാധകർ അവരവർക്ക് ഉള്ള അവകാശവാദങ്ങളുമായി എത്തുകയാണ്. നമുക്കിപ്പം പോർച്ചുഗലിന്റെ ആരാധകർ കൂടി ചേരുകയാണ്. എങ്ങനെ അപ്പോൾ ക്രിസ്ത്യാനോയുടെ താരം അല്ലേ? കപ്പടിക്കും നമ്മള്. ഈ വർഷം ക്രിസ്ത്യാനോ പോർച്ചുഗൽ അടിക്കും. ക്രിസ്ത്യാനോയുടെ വിടവാങ്ങൽ ഒരു കിരീട നേട്ടത്തോടെ ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയാണ്. ഉറപ്പല്ലേ? അത് കണ്ടതാ, ഞങ്ങൾ ഉറപ്പിച്ച് കഴിഞ്ഞു. ഇതാ വേൾഡ് കപ്പ് അടിച്ചു കഴിഞ്ഞു ഞങ്ങള്. എന്താ പ്രതീക്ഷ? ജയിക്കുമെന്നാ പ്രതീക്ഷ. നല്ലൊരു പ്ലെയേഴ്സൊക്കെ ഉണ്ട് ഈ കൊല്ലം. പിന്നെ കോസ്റ്റൊക്കെ ഇപ്പോൾ സീനാണ്. നല്ല പണി കഴിക്കും ബാക്കിയുള്ളവർക്കൊക്കെ. നല്ലൊരു ടീമുണ്ട്. അതുപോലെ ഇപ്പോൾ ക്രിസ്ത്യാനോ തന്നെ ടീമിനെ നയിക്കുന്നു. വലിയ പ്രതീക്ഷകൾ തന്നെയാണല്ലേ? വേൾഡ് കപ്പ് പൊക്കിയിട്ട് റൊണാൾഡോ റിട്ടയർ ആണെന്നാണ് പോർച്ചുഗൽ ഫാൻസിനൊക്കെ ആഗ്രഹം. ഇപ്രാവശ്യം ഉറപ്പല്ലേ അർജന്റീന തന്നെ. വേറെ ആർക്ക് അമ്മായിരിക്കും പിള്ളേരല്ലേ നമ്മളെ കളിക്കാറ്. ഇപ്രാവശ്യം ഉറപ്പാ ഞങ്ങൾ തന്നെ കപ്പടിക്കും. എന്താ വെച്ചാൽ ഇപ്പോൾ പിന്നെ PSG അടിച്ച്, അതുപോലെ തന്നെ RCB അടിച്ച്, അതുപോലെ തന്നെ അർജന്റീന. അത് സാറാ അർജന്റീനക്ക് തന്നെ, വേറൊരു മാറ്റമില്ല. ലോകകപ്പിൽ കളിക്കുന്നില്ലെങ്കിലും നമ്മുടെ പതാകയുമായിട്ട് തന്നെയാണ് നമ്മുടെ ഈ ഫാൻസ് ഷോ അല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ രാജ്യമാണല്ലോ ആദ്യം മുൻഗണന കൊടുക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിനാണല്ലോ. നമ്മളൊക്കെ ഫുട്ബോളിനെ സ്നേഹിക്കുന്നത്. നമ്മുടെ രാജ്യം ഫുട്ബോളിൽ ഉയരത്തിലെത്തിയിട്ടില്ല, ഇനി എത്തും എന്നുള്ള പ്രതീക്ഷ എപ്പോഴും നമുക്കുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഓരോ ടീമിനെ ആരാധിക്കുന്നുള്ളൂ. എപ്പോഴും നമ്മുടെ രാജ്യസ്നേഹം വിട്ടിട്ടുള്ള ഒരു ടീം ആരാധന നമുക്കില്ല. നമ്മുടെ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം. ആ രാജ്യത്തിനെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആരാധന നമുക്കുള്ളൂ. ബ്രസീൽ അടിക്കും. ഉറപ്പിച്ച്. ക്രിസ്ത്യാനോ കളി കാണാറുണ്ടോ? തവണ പോർച്ചുഗൽ കപ്പടിക്കും അല്ലേ? ഏതായാലും വലിയ ആവേശമാണ്. എങ്കും നമുക്ക് വിവിധ ഇടങ്ങളിലായിക്കൊണ്ട് ആരാധകരിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരാധകരെത്തുന്നതൊക്കെ അവരുടെ കുടുംബാംഗങ്ങളോട് കൂടെയാണ്. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാവുകയാണ് ഈ ഫാൻസ് ഷോ. കോഴിക്കോട് നിന്ന് മനീഷിനൊപ്പം സമീർ സി മുഹമ്മദ്, മീഡിയ 1.
കേരളത്തിലെങ്ങും വലിയ ആവേശമാണ്. ഇനി കൃത്യം 4 ദിവസങ്ങളുടെ മാത്രം കാത്തിരിപ്പ്. പിന്നെ അങ്ങോട്ട് തീ പാറുന്ന പോരാട്ടങ്ങൾ മാത്രമാണ് നമുക്ക് മുന്നിലേക്ക് എത്തുന്നത്.